സഹാബികളെ കുറിച്ച് പറയപ്പെട്ടതായി കാണാം. ഇസ്ലാം സ്വീകരിച്ച കാലഘട്ടങ്ങളിൽ അവർ നടക്കുമ്പോൾ തങ്ങളുടെ സഹോദരങ്ങളെ, കുടുംബത്തിലുള്ളവരെ കാണുമ്പോൾ, മുസ്ലിമാകാത്ത ആളുകളെ കാണുമ്പോൾ അവരുടെ ഹൃദയം ദുഃഖം കൊണ്ട് തകരാനാകുമായിരുന്നു തന്നെ. അവർക്ക് ബോധ്യമുണ്ടായിരുന്നു, ഇവൻ ഈ അവസ്ഥയിൽ മരിച്ചു പോയാൽ നരകത്തിലേക്കാണ് പോകുന്നത്. എത്രയോ പേർ തൗഹീദ് മനസ്സിലാക്കുന്നില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്തിന്റെ ആദ്യ ഭാഗം, അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ആളുകളിൽ പലർക്കും അർത്ഥമറിയില്ല, ഉദ്ദേശമറിയില്ല. നിങ്ങൾ അത്ഭുതപ്പെടാറില്ലേ? പുരോഹിതന്മാർ, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത കഥകൾ ജനങ്ങൾക്ക് മുന്നിലിരുന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ, കറാമത്ത് കഥകളായി ഇത് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഉസ്താദേ എന്തൊരു കഥ എന്ന് പറഞ്ഞ് അതിന് അത്ഭുതം പറയുന്നത്. ഇത്രയധികം ജനങ്ങൾ എങ്ങനെ ഈ ളലാലത്തിലേക്ക് എത്തിപ്പെട്ടു? ഹഖ് മനസ്സിലായവർ അവരുടെ മടി കാരണമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക്. അദ്ദേഹം പറഞ്ഞു, ബാത്തിലിന്റെ ആളുകൾ അവന്റെ അസത്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്നു. അവനറിയത് ബാത്തിലാണ്. എന്നാൽ ഹഖിന്റെ ആളുകൾ ഇത് ഹഖാണെന്ന ബോധ്യമുണ്ടായിട്ടും അവർ കിടന്നുറങ്ങും. ഒരാൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക എന്നത് എത്ര എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചില ആളുകൾ ചിലപ്പോൾ കുടുംബ ഗ്രൂപ്പുകളിൽ ഉണ്ടാവും. എല്ലാ കോമഡി, എല്ലാ തമാശയും, എല്ലാ കാര്യത്തിലും അവന്റെ ലൈക്കും എല്ലാം ഉണ്ടാവും. ഒരിക്കൽ പോലും അവരോട് ദീനും പറയില്ല. ഒരിക്കൽ പോലും. എൻ്റെ സഹോദരങ്ങളെ, ദീൻ എത്തിച്ചു കൊടുക്കണം. ഖുർആനിലേക്കും സുന്നത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് ദഅവത്ത് നടത്തണം.